नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक कविता पढ़ा था। कविता का नाम है सोने जैसे दिन है इसके। സോനെ ജേസെ ദിൻ ഹെ ഇസ്കെ, സ്വർണം പോലുള്ള ദിവസങ്ങളാണ് ഇതിൻ്റേത് അല്ലേ എന്നാണ് പാഠത്തിൻ്റെ അർത്ഥം. പാഠ് 7, പാഠം 7 അല്ലേ. അപ്പോൾ ഈ പാഠം എഴുതിയത് ആരാണെന്നും ഈ കവിതയെക്കുറിച്ചും കവിതയുടെ ആശയം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആദ്യത്തെ 2 പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പേജ് നമ്പർ 46 2 പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ 3ാമത്തെ പദം എന്താണെന്നുള്ളത് നോക്കാം. 3ാമത്തെ സ്റ്റാൻസയിലേക്ക് കടക്കാം. അപ്പോൾ अपना टेक्स्ट बुक उठाना, पेज नंबर 46. एक बगीचा देश हमारा, फूल अनेकों खिले यहाँ, अलग अलग है रूप रंग पर सभी प्रेम से मिले यहाँ, पतझड़ में भी मुस्काते हैं इस उपवन के पात्रे. क्या है? एक बगीचा देश हमारा, एक वन, बगीचा क्या है? पूंतोटम, गार्डन, देश हमारा, देन उसके बाद फूल फ्लावर, खिले, खिलना എന്ന് വെച്ചാൽ വിടരുക, then अलग अलग डिफरेंट टाइप्स, रूपरंग പല രൂപ നിറത്തിലുള്ളത്, सभी प्रेम लव, पतझड़. यहाँ देखो पतझड़ का अर्थ क्या है? पतझड़, പതിച്ചെടു മാനെ ശരത്കാലം, ശരത്കാലം ഓട്ടം സീസൺ. എന്താണ് ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം സീസണിൻ്റെ പ്രത്യേകത? जो वह ऋतु जब पेड़ पौधे पे अपने पत्ते छड़ जाते हैं. ഏതു മാസമാണോ ഏതു ഋതുവിലാണോ തൻ്റെ ചെടികളിലെയും മരങ്ങളിലെയും ഒക്കെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത്, ആ മാസമാണ് എന്ത്? ശരത്കാലം അല്ലേ. എന്താണ് ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ എന്ന് പറയും. वह ऋतु पेड़ पौधे के पत्ते छड़ जाते हैं, वह ऋतु को हम पतझड़ कहते हैं. और मुस्काना എന്താണ്? മുസ്കാന ചിരിക്കുക. उपवन क्या है? उपवन ऑल्सो गार्डन, उपवन ऑल्सो गार्डन. तो यहाँ देखो, एक बगीचा देश हमारा, फूल अनेकों खिले यहाँ, अलग अलग है रूप रंग पर सभी प्रेम से मिले यहाँ, पतझड़ में भी मुस्काते हैं इस उपवन के पात्रे. അപ്പം ആദ്യത്തെ 2 വരി നോക്കാം. एक बगीचा देश हमारा, फूल अनेकों खिले यहाँ. हमारा भारत, कवि यहाँ कहते हैं कि हमारा भारत एक बगीचा है ना. हमारा भारत एक बगीचा के समान है. हमारे बगीचे में, यही भारत में अनेक प्रकार की तरह तरह प्रकार की संस्कृतियाँ हैं, भाषाएं हैं, रंग बिरंगे मानव मनुष्य है यहाँ. तो सभी ने प्यार और प्रेम और शांति से सभी ने यहाँ मिलजुल कर रहते हैं, है ना. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആദ്യത്തെ വരികൾ, कवि ने हमारे भारत देश को एक बगीचे के समान दर्शाया है. നമ്മുടെ ഭാരതത്തെ ഒരു പൂന്തോട്ടമായിട്ടാണ് കവി ഇവിടെ ഉപമിക്കുന്നത്. എന്താണ് എന്നിട്ട്? जिस तरह एक बगीचे में रंग बिरंगे फूल खिलकर इस बगीचे की शोभा और सुंदरता को बढ़ाते हैं. എങ്ങനെയാണോ നിറങ്ങളുള്ള മണമുള്ള നിറങ്ങളുള്ള വിവിധ തരങ്ങളായിട്ടുള്ള പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വിരിയുന്നത്, അതുപോലെ നമ്മുടെ ഭാരതത്തിലും എന്താണ്? അനേക പ്രകാർക്കി സംസ്കൃതിയാ ഹെ. നമ്മുടെ ഭാരതത്തിലും ഒരുപാട് തരത്തിലുള്ള സംസ്കൃതികളുണ്ട്, രീതികളുണ്ട്, ആചാരങ്ങളുണ്ട്. രംഗ് ബിരംഗെ മാനവ് ഹെ, പല വർണ്ണത്തിലുള്ള മനുഷ്യനുണ്ട് അല്ലേ. കറുപ്പും വെളുപ്പും ഇരുനിറവും ഒക്കെയുള്ള നിറങ്ങളിലുള്ള മനുഷ്യരുണ്ട്. वैसे भी तरह तरह के ഭാഷായേ ഹെ, അതുപോലെ പല വിവിധ തരത്തിൽ ഭാഷകളുണ്ട്. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, കന്നഡ അല്ലേ, എങ്ങനെ എന്തൊക്കെയോ ഭാഷകൾ, തെലുങ്ക്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഭാഷകളുണ്ട്. എങ്കിലും നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ശാന്തിയോടു കൂടി നമ്മൾ ഈ ഭാരതത്തിൽ ജീവിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. हाँ देखो, लेकिन फिर भी वे आपस में एक दूसरे से प्रेम भावना से मिलजुल कर इस भारत की सुंदरता को और इसकी भारत की सुंदरता और इसकी शोभा को बढ़ाते हैं. എന്നിട്ടും നമ്മൾ വളരെയധികം സ്നേഹത്തോടെ, അടുപ്പത്തോടെ, എല്ലാവരും ശാന്തിയോടും സമാധാനത്തോടും കൂടി നമ്മൾ പരസ്പരം സ്നേഹിച്ച് നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. then उसके बाद अलग अलग है रूप रंग पर सभी प्रेम से मिले हम. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്നിട്ടും ഈ ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ പലതരത്തിലുള്ള വർണ്ണത്തിലുള്ള പൂക്കളുള്ളത്, അതുപോലെ തന്നെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ
ഈ ഭാരതത്തിൽ ജീവിക്കുന്നു. ഇവരെല്ലാം എങ്ങനെയാണ് ജീവിക്കുന്നത്? വളരെയധികം സ്നേഹത്തോടെ. കണ്ടോ, സഭി പ്രേമസേ മിലേ, വളരെ സന്തോഷത്തോടെ, പ്രേമത്തോടെ, സ്നേഹത്തോടെ ഇവിടെ കഴിയുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. പതച്ചട് മേ ഭി മുസ്കാത്തെ ഹേ ഇസ് ഉപവൻ കെ പാത്തരെ. പതച്ചട് ക്യാ ഹേ? പതച്ചട് मैंने बोला पहले ही क्या है? ഓട്ടം സീസൺ അല്ലേ? ശരത്കാലത്തിൽ എങ്ങനെയാണോ ചെടികളിൽ നിന്ന് ഇലകളെല്ലാം പൊഴിയുന്നത്, അതുപോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും എന്ത് ചെയ്തു? ഇലകൾ, ചെടികൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഈ പറയുന്ന പോലെ എന്താണ്? സ്നേഹത്തോടെ, ശാന്തിയോട് കൂടി പരസ്പരം സ്നേഹിച്ച് ജീവിക്കും എന്നാണ് ഇവിടെ കവി പറയുന്നത്. पतझड़ के मौसम में पेड़ पौधे के पत्ते अपनी डाली से अलग होकर छट जाते हैं, वैसे ही मानव मनुष्य अपने उनके लिए भी बहुत अधिक कठिनाइयाँ हैं, बहुत अधिक प्रॉब्लम्स हैं, तो वो सभी बहुत शांति और समाधान से निकाल कर या उसकी सावधानी से उसकी सामना करने के बाद भी हम भारत भूमि को बहुत प्रेम से चाहते हैं. അപ്പോൾ നമ്മളും എന്താണ്, നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം അതിജീവിച്ച് നമ്മളും സ്നേഹത്തോടെ പരസ്പരം നമ്മുടെ ഭാരതത്തെ സ്നേഹിച്ച് കഴിയും എന്നാണ് ഇവിടെ കവി പറയുന്നത്. നമുക്ക് അടുത്ത പദത്തിലേക്ക് നോക്കാം. रंग बिरंगे पक्षी आकर गाते जागृति का गाना. रंग बिरंगे पक्षी आकर गाते जागृति का गाना. नहीं किसी का हृदय दुखाते, खाते मेहनत का खाना. नीले नभ से होती है नित अमृत की बरसात रे. तो यहाँ कवि क्या कहते हैं? रंग बिरंगे पक्षी आकर गाते जागृति का गाना. नहीं किसी का हृदय दुखाते, खाते मेहनत का खाना. नीले नभ से होती है नित अमृत की बरसात रे. तो यहाँ रंग बिरंगे പക്ഷി, രംഗ് ബിരംഗെ എന്ന് പറഞ്ഞാൽ പല വർണ്ണത്തിലുള്ള പക്ഷികൾ എന്നാണ്. गाते, गाते എന്ന് വെച്ചാൽ എന്താ? ഗാനം ആലപിക്കുക, പാടുക. जागृति, यहाँ देखो नीचे यहाँ दिया गया है अर्थ. जागृति का अर्थ है जागना. जागना എന്ന് വെച്ചാൽ ഉണരുക. और जागरूक होना, जागरूकരാകുക. നഹീം കിസി കാ ഹൃദയ, ഹൃദയം തന്നെയാണ്. ദുഃഖാത്തെ, ദുഃഖാത്ത എന്ന് വെച്ചാൽ ദുഃഖിപ്പിക്കുക. ഖാത്തെ മേഹനത്ത് കാ ഖാന, മേഹനത്ത് എന്ന് വെച്ചാൽ കഠിനാധ്വാനം എന്നുള്ളതാണ്, എഫേർട്ട്. ഖാന ഫുഡ്, ഖാത്തെ എന്ന് വെച്ചാൽ കഴിക്കുക. നീലെ നഭ്, നഭ് മാനെ സ്കൈ, നീലെ നഭ് നീലാകാശം. और अमृत की बरसात, बरसात എന്ന് വെച്ചാൽ മഴ എന്നുള്ള അർത്ഥമാണ്. तो यहाँ कवि कहते हैं कि हमारे इस भारत में रंग बिरंगे पक्षी आकर जागरण का गाना गाते हैं. कवि यहाँ क्या कहते हैं? रंग बिरंगे पक्षी यहाँ आकर, हमारे भारत में आकर जागृति या जागरण का गाना गाते हैं. इसका मतलब क्या है? यानी वो अपने मीठे मीठे आवाज़ से गाना गाते हैं. कैसे गाना गाते हैं? मीठी मीठी गाना गाते हैं. किस लिए? लोगों को जगाने के लिए, ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് പക്ഷികൾ, പല വർണ്ണത്തിലുള്ള പക്ഷികൾ വന്ന് മധുരസ്വരത്തിൽ പാട്ട് പാടും എന്നാണ് ഇവിടെ കവി പറയുന്നത്. നഹീം കിസി കാ ഹൃദയ ദുഃഖാത്തെ, और यहाँ के मानव किसी का ഹൃദയ നഹി ദുഃഖാത്തെ ഹെ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭാരതത്തിലുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അവരെല്ലാവരെയും സംരക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാറില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. यहाँ देखो भारतवासियों का स्वभाव ऐसा ही है, वे कभी दूसरों का हृदय दुखाते नहीं, वे कभी दूसरों के हृदय दुखाते नहीं. वैसे भी खाते मेहनत का खाना, वैसे भी हम क्या कैसे खाना खाते हैं? हम हमारे मेहनत की खाना हम खाते हैं. നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മളുടെ വിയർപ്പിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു രൂപയിൽ നിന്ന് കിട്ടുന്ന ആ പ്രതിഫലം, ആ നമ്മുടെ ജോലി നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് കഴിക്കുള്ളൂ? ആഹാരം കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വഞ്ചിച്ചോ ചതിച്ചോ ഒന്നും നമ്മളുടെ നേട്ടങ്ങൾ ഉയർത്തുകയോ കൂട്ടുകയോ ഒന്നുമില്ല. നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ഒരു പൈസ അല്ലെങ്കിൽ ഒരു നാണയമായാൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്ത് ആഹാരം കഴിക്കാൻ പറ്റുമോ, കിട്ടുന്നോ, അല്ലെങ്കിൽ അത് മാത്രമേ നമ്മൾ കഴിക്കൂ എന്നാണ് ഇവിടെ കവി പറയുന്നത്. യഹാ ദേഖോ दूसरों को हृदय हमारे मानव नहीं दुखाते हैं, वैसे भी अपनी मेहनत से जो कुछ मिलता है उससे हमारे जीवन आगे चलाते हैं, है ना.
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് മാത്രം നമ്മുടെ ഉപജീവനം നമ്മൾ നടത്തുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഉസ്കെ ബാദ് നീലേ നഭ് സേ ഹോത്തി ഹേ നിത് അമൃത് കി ബർസാത്ത് രേ. നീലേ നഭ്, നീലേ നഭ് ക്യാ ഹേ? നീലാകാശം. നീലാകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നു. എങ്ങനെയുള്ള മഴ? അമൃതരൂപി മഴ, അമൃതം പോലുള്ള, അതായത് എങ്ങനെയാണ് അമൃതം എന്നറിയാലോ, അമൃതം പോലുള്ള മഴയാണ് നമുക്ക് പെയ്യുന്നതെന്നാണ് ഇവിടെ കവി പറയുന്നത്. നീലേ നഭ് സേ അപ്പനെ ഭാരത് ഭൂമി पर अमृत के समान वर्षा बरसाती है यहाँ की वर्षा को जीवन दायिनी बोलते हैं. നമ്മൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിൽ ചെയ്യുന്നത് അല്ലേ. ജലമില്ലെങ്കിൽ അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കഴിക്കാനുള്ള എന്താണ് അരി, ഗോതമ്പ്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെല്ലാം കൃഷി ചെയ്താണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? മഴ വേണം. അപ്പോൾ ഭാരതമാതാവ് എന്താ പറയുന്നത്? ഭാരതമാതാവ് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് മഴ പെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. നീലേ നഭ്സെ അപ്പനെ ഭാരത് ഭൂമി पर अमृत रूपी वर्षा बरसाते हैं. यहाँ की वर्षा को जीवन दायिनी बोलती है क्योंकि वर्षा से हमारे भारत की भूमि पर फसल अच्छी तरह होती है. क्या है फसल? फसल എന്ന് വെച്ചാൽ വിളവ് എന്നുള്ളതാണ്. ആ വിളയ്ക്കകത്ത് എന്തൊക്കെ വരും? അരി, ഗോതമ്പ് മുതലായ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ വരും അല്ലേ. പൂക്കളും എല്ലാം ഇതിനകത്ത് തന്നെ വരും. और लोगों का जीवन खुशहाल होती है. അപ്പം നമുക്ക് ദാരിദ്ര്യമില്ലാതെ, പട്ടിണിയില്ലാതെ, ആഹാരം ഇല്ലാതെ നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാരതം കനിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി കനിഞ്ഞ് നമുക്ക് എന്ത് തരുന്നുണ്ട്? മഴ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മഴയിലൂടെയാണ് നമ്മുടെ കൃഷിക്കാരെല്ലാം എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുകയും അതിനുള്ള വിളവുകൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായോ? രംഗ് ബിരംഗെ പക്ഷി ആക്കർ ജാഗാത്തെ ജാഗൃതി കാ ഗാന. रंग बिरंगी पक्षी यहाँ आकर हमें जगाते हैं. कैसे जगाते हैं? मीठी मीठी आवाज़ से गाना गा के हमें जगाते हैं और नहीं किसी का हृदय दुखाते. और भारत के मानव किसी का दिल नहीं दुख पहुँचाते हैं. ओके. और उसके बाद दिखाते हैं मेहनत का खाना. और हम कैसे खाना खाते हैं? मेहनत का खाना खाते हैं. नीले नभ से होती है निध अमृत की बरसात. वैसे भी नीले नभ से आती जो अमृत रूपी वर्षा हमारे फसल उगाने में या फसल अच्छे तरह फसल देने में हमें बहुत अधिक मदद करते हैं. तो अच्छे से इस कविता का वाचन करना. बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.